ഹായ് വെൽക്കം ബാക്ക് ടു ലേണേഴ്സ്. ക്ലാസ് 9 ഫിസിക്സിലെ ഇലക്ട്രിക് കറന്റ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്ന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഈ വീഡിയോക്കകത്ത് ഡിസ്കസ് ചെയ്യുന്നത്. ക്വസ്റ്റ്യൻ വരുന്ന ടോപ്പിക് എന്ന് പറയുന്നത് റെസിസ്റ്റേഴ്സ് കണക്റ്റഡ് ഇൻ സീരീസ് ആണ് കേട്ടോ. നിങ്ങൾക്കറിയാം റെസിസ്റ്ററുകളെ കുറിച്ച് അറിയാം അല്ലേ? റെസിസ്റ്ററുകളെ കുറിച്ച് എന്തൊക്കെ അറിയാം? യെസ്, അതിൻ്റെ സിമ്പൽ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ട് അല്ലേ? സിമ്പൽ എന്ന് പറയുന്നത് ഈ കാണുന്നതാണ് അല്ലേ? ഈ കാണുന്നതാണ് അതിൻ്റെ സിമ്പൽ. ഓക്കെ, സിമ്പൽ അല്ലെങ്കിൽ നമ്മൾ മറ്റൊരു സിമ്പൽ കൂടി ഉപയോഗിക്കാറുണ്ട്. ഈ കാണുന്ന സിമ്പലും റെസിസ്റ്ററുകളുടെ സിമ്പലാണ്. അപ്പോൾ ഈ ഒരു ടോപ്പിക്ക് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. റെസിസ്റ്ററിൻ്റെ സിമ്പൽ കൃത്യമായിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഒരു സർക്യൂട്ടിനകത്ത് റെസിസ്റ്ററുകളെ രണ്ട് രീതിയിൽ കണക്ട് ചെയ്യാം. ആദ്യത്തെ രീതി എന്ന് പറയുന്നത് സീരീസ് രീതിയാണ്. രണ്ടാമത്തെ രീതി എന്ന് പറയുന്നത് പാരലൽ രീതിയാണ് കേട്ടോ. ഓക്കെ, സോ നമ്മൾ ഈ വീഡിയോയ്ക്കകത്ത് സീരീസ് രീതിയിൽ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ എങ്ങനെയാണ് വരിക, അല്ലെങ്കിൽ അതിൻ്റെ ഉത്തരങ്ങളിലേക്ക് നിങ്ങൾ എങ്ങനെയാണ് എത്തേണ്ടത് എന്നുള്ള കാര്യങ്ങളാണ് പറയുന്നത്. പാരലൽ രീതിയിൽ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസും അതിൻ്റെ ഉത്തരങ്ങളൊക്കെ നമ്മൾ അടുത്ത വീഡിയോയിലായിരിക്കും പോസ്റ്റ് ചെയ്യുന്നുണ്ടാവുക. സോ നിങ്ങൾ കൃത്യമായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തുക. ഓക്കെ, സോ നമ്മൾ സീരീസ് രീതിയിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ ഞാൻ ആദ്യമേ ഒരു സർക്യൂട്ട് വരയ്ക്കുകയാണ്. ഈ ഒരു സർക്യൂട്ട് നമ്മൾ വരച്ച് കഴിയുമ്പോൾ നിങ്ങൾക്കറിയാം, ആദ്യത്തെ ഒരു റെസിസ്റ്റർ കൊടുത്തു, ഈ ഒരു റെസിസ്റ്റർ കൊടുത്തു, രണ്ടാമതൊരു റെസിസ്റ്റർ കൊടുത്തു. ഈ ഒരു റെസിസ്റ്റർ എന്ത് ചെയ്യുന്നു? ഒരു ബാറ്ററിയുമായിട്ട് കണക്ട് ചെയ്യുന്നു. ഓക്കെ, ഒരു ബാറ്ററിയുമായിട്ട് കണക്ട് ചെയ്യുന്നു. ഒരു സ്വിച്ചും അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, സ്വിച്ച് ഓഫ് കണ്ടീഷനിൽ കൊടുത്തിട്ടുണ്ട്. ഇതൊരു സർക്യൂട്ടാണല്ലോ. ഈ ഒരു സർക്യൂട്ടിൽ നിങ്ങൾക്കറിയാം, ഈ ഒരു സ്വിച്ച് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ കറണ്ട് ഫ്ലോ ചെയ്യും. കറണ്ട് ഫ്ലോ ചെയ്ത് ആദ്യത്തെ റെസിസ്റ്ററിലൂടെയും രണ്ടാമത്തെ റെസിസ്റ്ററിലൂടെയും കടന്നു വന്നിട്ട് അടുത്ത ടെർമിനലിലേക്ക് എത്തും. ഓക്കെ, ആദ്യത്തെ റെസിസ്റ്ററിനെ ഞാൻ കൊടുക്കുകയാണ് R1 എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ റെസിസ്റ്റൻസ് കൊടുക്കുകയാണ്. രണ്ടാമത്തെ റെസിസ്റ്റർ R2 എന്ന് പറഞ്ഞിട്ട് കൊടുക്കുകയാണ്. ഇത് നമ്മൾ മനസ്സിലാക്കണം. ഇത്തരം മെത്തേഡിനെയാണ് നമ്മൾ സീരീസ് മെത്തേഡ് എന്ന് പറയുന്നത്. ഓക്കെ, റെസിസ്റ്റേഴ്സ് കണക്റ്റഡ് ഇൻ സീരീസ് മെത്തേഡ് എന്ന് നമ്മൾ പറയും. എങ്ങനെയാണ് നമുക്ക് മനസ്സിലായത് ഇതൊരു സീരീസ് മെത്തേഡ് കണക്ഷൻ ആണെന്ന്? യെസ്, ഈ പറഞ്ഞ റെസിസ്റ്ററുകളെല്ലാം ഒരു സ്ട്രെയിറ്റ് ലൈനിലാണ് കണക്ട് ചെയ്ത് വെച്ചിരിക്കുന്നതെങ്കിൽ, റെസിസ്റ്ററുകളെല്ലാം ഒരു സ്ട്രെയിറ്റ് ലൈനിലാണ് കണക്ട് ചെയ്ത് വെച്ചിരിക്കുന്നതെങ്കിൽ അത്തരം മെത്തേഡിന് നമ്മൾ പറയുന്ന പേരാണ് മക്കളെ എന്ത്? യെസ്, റെസിസ്റ്റേഴ്സ് കണക്റ്റഡ് ഇൻ സീരീസ് എന്ന് പറയും. ഓക്കെ, റെസിസ്റ്റേഴ്സ് കണക്റ്റഡ് ഇൻ സീരീസ് എന്ന് പറയും. സീരീസ് എന്ന് പറഞ്ഞാൽ ഒരു സ്ട്രെയിറ്റ് ലൈനിൽ റെസിസ്റ്ററുകളെ കണക്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ, ഓക്കെ, നിങ്ങളിവിടെ നോക്കുമ്പോൾ ആദ്യത്തെ റെസിസ്റ്റർ അതുപോലെ തന്നെ ഒരു സ്ട്രെയിറ്റ് ലൈൻ കഴിഞ്ഞിട്ടാണ് അടുത്ത റെസിസ്റ്ററിലേക്ക് പോകുന്നത്. ശരിയല്ലേ? യെസ്, അപ്പോൾ അങ്ങനെ ആ ഒരു റെസിസ്റ്റർ സ്ട്രെയിറ്റ് ലൈനിലാണ് കണക്ട് ചെയ്തതെങ്കിൽ അവിടെ നമ്മൾ പറയും സീരീസ് മെത്തേഡ് ആണെന്ന് നമുക്ക് വളരെ സിമ്പിളായിട്ട് പറയാൻ പറ്റും. റെഡി അല്ലേ? യെസ്, അങ്ങനെ സീരീസ് മെത്തേഡ് ആണെങ്കിൽ മക്കളെ R1 R2 എന്ന് പറയുന്ന രണ്ട് റെസിസ്റ്ററുകൾ ഉണ്ടെങ്കിൽ അവിടെ R ഇഫക്റ്റീവ് ആണ് നമ്മൾ കാണേണ്ടത്. ഓക്കെ, R ഇഫക്റ്റീവ് എന്ന് പറഞ്ഞാൽ എഫക്റ്റീവ് റെസിസ്റ്റൻസ് അല്ലെങ്കിൽ ടോട്ടൽ റെസിസ്റ്റൻസ് എന്ന് നമ്മൾ പറയും. ഈ ടോട്ടൽ റെസിസ്റ്റൻസ് കാണാനായിട്ട് നിങ്ങൾ സീരീസ് മെത്തേഡാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഇക്വേഷൻ നിങ്ങൾ പഠിച്ചു വെച്ചോണം. R1 + R2 ആയിരിക്കും. എന്തായിരിക്കും ഇക്വേഷൻ? R1 + R2 ആയിരിക്കും ഇക്വേഷൻ. ഓക്കെ ആണല്ലോ? യെസ്, റെഡിയാണ്. R1 + R2 ആണ് സീരീസ് രീതിയിലുള്ള ഇക്വേഷൻ. R1 + R2 ആണ് സീരീസ് രീതിയിലുള്ള ഇക്വേഷൻ. അപ്പോൾ നിങ്ങൾ പഠിച്ചു വെക്കണം, സീരീസ് രീതിയിലാണെങ്കിൽ ഇക്വേഷൻ എന്താണ് വരിക മക്കളെ? യെസ്, R1 + R2. ഇതൊരു നോട്ട്ബുക്കിലേക്ക് നിങ്ങൾ കൃത്യമായിട്ട് എഴുതിയെടുക്കുക കേട്ടോ. ഓക്കെ, സോ നമ്മൾ ക്വസ്റ്റ്യനിലേക്ക് കടക്കുകയാണ്. ക്വസ്റ്റ്യനിലേക്ക് കടന്നു കഴിഞ്ഞാൽ മക്കളെ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, ക്വസ്റ്റ്യൻ കൃത്യമായിട്ട് ശ്രദ്ധിക്കണേ. ഞാൻ ആദ്യം നമ്മൾ വരച്ചത് റെസിസ്റ്ററിന് ഞാൻ പറഞ്ഞു ഓൾറെഡി ഇങ്ങനത്തെ സിമ്പിൾ വേണമെങ്കിൽ ഉപയോഗിക്കാം, അല്ലെങ്കിൽ ഇങ്ങനത്തെ സിമ്പിളും ഉപയോഗിക്കാം. ഓക്കെ, ഈ ഒരു ക്വസ്റ്റ്യനിൽ നിങ്ങൾക്കറിയാം ഈ പറഞ്ഞ ഒരു ബോക്സ് ടൈപ്പ് സിമ്പിളാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതൊരു റെസിസ്റ്ററിനെയാണ് കാണിക്കുന്നത് കേട്ടോ, റെസിസ്റ്റർ. അപ്പോൾ ഈ ഒരു സർക്യൂട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ മക്കളെ 6 വോൾട്ട് ബാറ്ററി കൊടുത്തിട്ടുണ്ട്. ഇവിടെ എന്താണ് സംഭവിക്കുക? യെസ്, സ്വിച്ച് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ചാർജ് ഫ്ലോ ചെയ്ത് ആദ്യത്തെ റെസിസ്റ്ററിലൂടെയും രണ്ടാമത്തേലൂടെയും കടന്നിട്ട് അടുത്ത ടെർമിനലിലേക്ക് വരും എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നിങ്ങൾ നോക്കിയാൽ അറിയാം. ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ അവർ ചോദിക്കുകയാണ് എന്ത്? യെസ്, എഫക്റ്റീവ് റെസിസ്റ്റൻസ് കാണാൻ വേണ്ടി ചോദിക്കുകയാണ്. ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് നമുക്കിപ്പോൾ അറിയാലോ, ഈ കണക്ഷന് നമ്മൾ പറയുന്ന പേര് സീരീസ് കണക്ഷൻ എന്നാണ് അല്ലേ? സീരീസ് കണക്ഷൻ ആണെങ്കിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ട് എഫക്റ്റീവ് റെസിസ്റ്റൻസ് കാണാനായിട്ട് R എന്ന് പറയുന്നത് R1 + R2 ആണ്. റെഡിയല്ലേ? R1 + R2 ആണ്. അതാണ് നമ്മുടെ ഇക്വേഷൻ. നിങ്ങൾ ആൻസർ എഴുതുന്ന സമയത്ത് ഈ ഇക്വേഷൻ അടക്കം എഴുതി വെക്കണം. ഇനി അഥവാ നിങ്ങളുടെ കാൽക്കുലേഷൻ എങ്ങാനും തെറ്റിപ്പോയി കഴിഞ്ഞാലും നിങ്ങൾക്ക് ഇക്വേഷന് കൃത്യമായിട്ടുള്ള മാർക്ക് കിട്ടും കേട്ടോ. ഓക്കെ, സോ R ഇഫക്റ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ R1 + R2 ആണ് എന്നുള്ള കാര്യം മനസ്സിലാക്കി വെക്കുക. ഇവിടെ R1 എത്രയാണ്? യെസ്, R1 എന്ന് പറഞ്ഞാൽ 2 ആണ്, R2 എന്ന് പറഞ്ഞാൽ 1 ആണ്. എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം, ഇന്റർചേഞ്ച് ചെയ്തെടുത്താലും യാതൊരുവിധ പ്രശ്നങ്ങളും ഇല്ല. അപ്പോൾ R1 എന്ന് പറയുന്നത് 2 ആണ്, R2 എന്ന് പറയുന്നത് 1 ആണ്. തമ്മിൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 3 ഓം എന്ന് പറഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാം?
ആൻസറിലേക്ക് എത്താൻ വേണ്ടി പറ്റും. ഓക്കെ, അപ്പോൾ ഇവിടെ എഫക്റ്റീവ് റെസിസ്റ്റൻസ് ചോദിച്ചു കഴിഞ്ഞാൽ 3 ഓം എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ആൻസർ ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, 3 ഓം എഫക്റ്റീവ് റെസിസ്റ്റൻസ് എന്ന് കിട്ടും. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ കറന്റ് ത്രൂ ദ സർക്യൂട്ട്? ഈ ഒരു സർക്യൂട്ടിലെ മുഴുവനും കറന്റ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അതിന് വേണ്ടിയിട്ട് മക്കളെ നിങ്ങൾ ഓംസ് ലോ പഠിക്കണം. ഓക്കെ, ഓംസ് ലോ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. ഓംസ് ലോ പഠിക്കാനുള്ള ഒരു ട്രിക്ക് ഞാൻ നിങ്ങളിലേക്ക് എത്തിച്ചു തരാം. അതായത് മക്കളെ നിങ്ങൾ പഠിക്കുക. ഓക്കെ, ഒരു നോട്ട്ബുക്ക് എടുത്തിട്ട് നിങ്ങൾ ഒരു ട്രയാങ്കിൾ വരയ്ക്കുക. എന്താണ് ചെയ്യേണ്ടത്? ഒരു ട്രയാങ്കിൾ വരയ്ക്കുക. ഈ ഒരു ട്രയാങ്കിൾ വരച്ചതിന് ശേഷം അതിനകത്ത് ഒരു ടി കൊടുക്കുക. ഓക്കെ, ഒരു ടി കൊടുക്കുക. ഈ ടി കൊടുത്തതിന് ശേഷം മുകളിൽ വി, താഴെ ഐ, വീണ്ടും താഴെ ആർ എന്ന് കൊടുക്കുക. ഓക്കെ, വി ഐ ആർ എന്ന് കൊടുക്കുക. നമ്മൾ എന്താ ചെയ്തത്? ഒരു ട്രയാങ്കിൾ വരച്ചു, അകത്തൊരു ടി കൊടുത്തു, മുകളിൽ വി ഐ ആർ എന്ന് കൊടുത്തു. ഓക്കെ, ഇങ്ങനെ കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് 3 ഇക്വേഷൻസ് സിമ്പിളായിട്ട് പഠിച്ചു വെക്കാനുള്ള ഒരു രീതിയാണ് ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞു തരാനായിട്ട് പോകുന്നത്. ട്രിക്കാണ്, നിങ്ങൾ പഠിക്കണം. ഓക്കെ, അപ്പോൾ ആദ്യത്തെ ഇക്വേഷൻ നമുക്ക് ഐ ആണ് കാണേണ്ടതെങ്കിൽ നിങ്ങൾക്കറിയാം ഐനെ ക്ലോസ് ചെയ്ത് വെച്ചാൽ മതി. ഐ ആണ് കാണേണ്ടതെങ്കിൽ ഐനെ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി നിങ്ങൾക്ക് കിട്ടുന്നത് വി ബൈ ആർ എന്നാണ്. ശരിയല്ലേ? യെസ്. അപ്പോൾ ഐ ഈക്വൽ ടു വി ബൈ ആർ എന്ന ഇക്വേഷൻ നമുക്ക് കിട്ടി. ഐ ഈക്വൽ ടു വി ബൈ ആർ എന്ന് പറയുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇക്വേഷൻ നമുക്ക് കിട്ടി. ഇവിടെ ഐ എന്ന് പറഞ്ഞാൽ കറന്റ് ആണ്, വി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് മക്കളെ? യെസ്, പൊട്ടൻഷ്യൽ വ്യത്യാസം അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് അല്ലെങ്കിൽ വോൾട്ടേജ് എന്നൊക്കെ പറയും. ആർ എന്ന് പറഞ്ഞാൽ റെസിസ്റ്റൻസ് ആണ്. ഓക്കെ, യെസ്. അപ്പോൾ നമ്മൾ ഐ കണ്ടുപിടിച്ചു. ഇനി അടുത്ത് നമുക്ക് കണ്ടുപിടിക്കുന്നത് ആർ ആണെങ്കിലോ? ആർ ആണെങ്കിൽ ആറിനെ ക്ലോസ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇനി എന്താണ് കാണാൻ പറ്റുന്നത്? വി ബൈ ഐ അല്ലേ കാണാൻ പറ്റുന്നത്? യെസ്. അപ്പോൾ നമുക്ക് കിട്ടി ആർ ഈക്വൽ ടു വി ബൈ ഐ എന്ന് പറഞ്ഞ ഇക്വേഷൻ കിട്ടി. എന്ത് ഇക്വേഷൻ കിട്ടി? ആർ ഈക്വൽ ടു വി ബൈ ഐ എന്ന് പറയുന്ന വളരെ സിമ്പിളായിട്ടുള്ള ഇക്വേഷൻ നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ഓക്കെ, ഇനി മൂന്നാമത്തെ ഇക്വേഷൻ നമുക്ക് വി ആണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, വി ആണ് കണ്ടുപിടിക്കേണ്ടത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിനെ ക്ലോസ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഐ ഇൻറ്റു ആർ എന്നാണ് കിട്ടുക. കാരണം ഇതൊരു സ്ട്രെയിറ്റിലാണ് കൊടുത്തിരിക്കുന്നത് അല്ലേ, മുകളിലും താഴെയല്ല, സ്ട്രെയിറ്റിലാണ്. അപ്പോൾ അതിന് പകരം ഡിവിഷന് പകരം ഇൻറ്റു ആണ് വരിക. എന്ന് പറഞ്ഞാൽ വി ഈക്വൽ ടു ഐ ആർ എന്ന് പറഞ്ഞ ഇക്വേഷൻ എന്ത് ചെയ്തിട്ടുണ്ട്? നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ട്രിക്ക് എല്ലാവർക്കും ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. 3 ഇക്വേഷൻസും പഠിച്ചു വെക്കാനുള്ള ഒരു എളുപ്പ രീതിയാണ് ഞാൻ ഈ വീഡിയോയ്ക്കകത്ത് പറഞ്ഞു തന്നത്. ഓക്കെ, ഈ കാര്യം നിങ്ങൾ പഠിച്ചു വെക്കാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഒന്ന് ഷെയർ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അറിയാത്ത കുട്ടികളുണ്ടായിരിക്കും, അറിയുന്നവരുണ്ടായിരിക്കും, അറിയാത്തവരുണ്ടായിരിക്കും. അറിയാത്ത കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു രീതി പറഞ്ഞു തന്നത്. അപ്പോൾ ഓംസ് ലോ നിങ്ങൾക്ക് ഇപ്പോൾ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഓംസ് ലോൻ്റെ ഇക്വേഷൻ പഠിക്കാൻ വളരെ എളുപ്പമാണ്. ഐ ഈക്വൽ ടു വി ബൈ ആർ, അതുപോലെ തന്നെ ആർ ഈക്വൽ ടു വി ബൈ ഐ, വി ഈക്വൽ ടു ഐ ആർ എന്ന് പറയുന്ന 3 ഇക്വേഷൻസും ബൈ ഹാർട്ട് പഠിക്കണമെന്നില്ല. ഈ ഒരു ട്രിക്ക് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് സിമ്പിളായിട്ട് എക്സാം ഹാളിൽ വെച്ച് തന്നെ നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, സോ നമുക്കിവിടെ ഈ ക്വസ്റ്റ്യനിൽ നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത് കറന്റ് ആണ് അല്ലേ. കറന്റ് എന്ന് പറഞ്ഞാൽ ഐ ആണല്ലോ. യെസ്, കറന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐ ആണ്. ഐ കണ്ടുപിടിക്കാനായിട്ട് നമ്മളിപ്പോൾ ഓംസ് ലോയിലെ ഇക്വേഷൻ ഉപയോഗിച്ച് കഴിഞ്ഞു. ഐ ഈക്വൽ ടു വി ബൈ ആർ എന്ന് പറയുന്ന ഇക്വേഷൻ ഉപയോഗിച്ച് കഴിഞ്ഞു. ശരിയല്ലേ? വി ബൈ ആർ എന്ന് പറയുന്ന ഇക്വേഷൻ ഉപയോഗിച്ച് കഴിഞ്ഞു. ഇവിടെ വി എത്രയാണ് മക്കളെ? 6 വോൾട്ട് ആണ് അല്ലേ. അപ്പോൾ 6 ബൈ ആർ എത്രയാണ്? ഈ ആർ എടുക്കുന്ന സമയത്ത് ക്വസ്റ്റ്യൻ നിങ്ങൾ കൃത്യമായിട്ട് വായിക്കണം. കറന്റ് ത്രൂ ദ സർക്യൂട്ട് ആണ് ചോദിച്ചിരിക്കുന്നത്. ഈ ഒരു സർക്യൂട്ടിലെ മൊത്തം റെസിസ്റ്റൻസ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, റെസിസ്റ്റൻസ് നമ്മൾ കണ്ടുപിടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ ഓൾറെഡി ഈ ഒരു സർക്യൂട്ടിലെ മൊത്തം കറന്റ് അല്ലെങ്കിൽ മുഴുവൻ കറന്റ് ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടതായിട്ടുള്ളത്. അതിനുവേണ്ടി ഇതിലെ റെസിസ്റ്റൻസ്, എഫക്റ്റീവ് റെസിസ്റ്റൻസ് എന്ന് പറയുന്ന നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ 3 ആണ് കൊടുക്കേണ്ടത് കേട്ടോ. അപ്പോൾ 6/3 നമുക്ക് കിട്ടും. യെസ്, 2 ആംപിയർ എന്ന് പറഞ്ഞിട്ട് കിട്ടും. ക്ലിയർ ആണല്ലോ? യെസ്, നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ കൃത്യമായിട്ട് ശ്രദ്ധിക്കുക. ഐ ഈക്വൽ ടു വി ബൈ ആർ എന്ന ഇക്വേഷൻ എടുത്തു. വി എന്ന് പറയുന്നത് 6 വോൾട്ട് ആണ്. ആർ എന്ന് പറഞ്ഞാൽ മൊത്തം, ഓക്കെ, മുഴുവനുള്ള എഫക്റ്റീവ് റെസിസ്റ്റൻസ് ആണ്. ഈ ടോട്ടൽ റെസിസ്റ്റൻസ് ആണ് എടുക്കേണ്ടത്. ടോട്ടൽ റെസിസ്റ്റൻസ് 3 ഓം എന്ന് കിട്ടിയിട്ടുണ്ട്. സോ 6/3 നമ്മൾ ചെയ്യുമ്പോൾ കിട്ടും 2 ആംപിയർ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ആൻസറിലേക്ക് എത്താൻ വേണ്ടി പറ്റും. ഓക്കെ, സോ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ പൊട്ടൻഷ്യൽ ഡിഫറൻസ് അക്രോസ് 2 ഓം റെസിസ്റ്റർ? ഈ ഒരു ക്വസ്റ്റ്യൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ശ്രദ്ധിച്ചു വെക്കണം നിങ്ങൾ. വളരെ ട്വിസ്റ്റ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഓക്കെ, മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ പൊട്ടൻഷ്യൽ ഡിഫറൻസ് അക്രോസ് 2 ഓം റെസിസ്റ്റർ? അതായത് 2 ഓം റെസിസ്റ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ റെസിസ്റ്റൻസ് നൽകിയിരിക്കുന്നത് 2 ആണ് അല്ലേ, 2 ഓം ആണ്. അതുപോലെ തന്നെ പൊട്ടൻഷ്യൽ വ്യത്യാസം അല്ലെങ്കിൽ വി ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. വി കണ്ടുപിടിക്കാനായിട്ട് നിങ്ങൾ ഇക്വേഷൻ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ട്. വി ഈക്വൽ ടു ഐ ആർ എന്ന് പറയുന്ന ഇക്വേഷൻ കണ്ടുപിടിച്ചിട്ടുണ്ട് അല്ലേ. ഓംസ് ലോ പ്രകാരം വി ഈക്വൽ ടു ഐ ആർ എന്ന ഇക്വേഷൻ പഠിച്ചു വെച്ചിട്ടുണ്ട്
റെഡി അല്ലേ? ഐ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മക്കളെ നിങ്ങൾക്ക് അറിയാം, ഐ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ഈ സർക്യൂട്ടിലെ ഐ കണ്ടുപിടിച്ച് കഴിഞ്ഞു. ദാറ്റ് ഈസ് 2 ആംപിയർ അല്ലേ? 2 ആംപിയർ എന്ന് കിട്ടി. സോ 2 ഇൻറ്റു എത്ര വരൂടാ? റെസിസ്റ്റർ നമ്മളിപ്പോൾ കണ്ടുപിടിച്ചു. ഏത് റെസിസ്റ്ററിൻ്റെ അക്രോസ് ഉള്ളതാണ് വേണ്ടത്? യെസ്, 2 ഓം റെസിസ്റ്ററിൻ്റെ അക്രോസ് ഉള്ള പൊട്ടൻഷ്യലാണ് കണ്ടുപിടിക്കേണ്ടത്. എന്ന് പറഞ്ഞാൽ റെസിസ്റ്റൻസ് നമ്മൾ 2 എന്ന് തന്നെ എടുക്കണം. എന്ന് പറഞ്ഞാൽ 2 × 2 = 4 വോൾട്ട് എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യാം? നമ്മൾക്ക് അവിടെ വോൾട്ടേജ് അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ വ്യത്യാസം കിട്ടും. സോ 4 വോൾട്ട് ആണ് കൃത്യമായിട്ട് വരുന്ന ആൻസർ. റെഡിയാണോ? യെസ്. അപ്പോൾ ഈ 3 ക്വസ്റ്റ്യൻസ് നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഓക്കെ, എഫക്റ്റീവ് റെസിസ്റ്റൻസ് കണ്ടു, അതുപോലെ തന്നെ കറണ്ട് കണ്ടു, അതുപോലെ തന്നെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് അക്രോസ് 2 ഓം റെസിസ്റ്ററും നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോയി കഴിഞ്ഞാൽ അടുത്ത ക്വസ്റ്റ്യൻ വളരെ സിമ്പിളാണ്. ഈ ഒരു കോൺസെപ്റ്റ് നിങ്ങൾ മനസ്സിലാക്കി വെക്കണം. വാട്ട് ഈസ് ദ കറണ്ട് ഫ്ലോയിങ് ത്രൂ 1 ഓം റെസിസ്റ്റർ? ഓക്കെ, 1 ഓം റെസിസ്റ്ററിലൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ടിനെ കുറിച്ചാണ് ചോദിച്ചിരിക്കുന്നത്. സോ കൃത്യമായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. ഇവിടെ കറണ്ടിന് യാതൊരു മാറ്റവും സംഭവിക്കില്ല. കാരണം ഈ പറഞ്ഞ 2 റെസിസ്റ്ററുകളും സീരീസ് രീതിയിലാണ് കണക്ട് ചെയ്തിരിക്കുന്നത് അല്ലേ? സീരീസ് രീതിയിൽ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ കറണ്ടിൽ യാതൊരു മാറ്റവുമില്ല. കറണ്ട് എന്ന് പറയുന്നത് എത്ര തന്നെയായിരിക്കും? യെസ്, 2 ആംപിയർ തന്നെയായിരിക്കും കേട്ടോ. ഓക്കെ, സോ നിങ്ങൾക്ക് ആൻസർ കിട്ടി എന്ന് വിചാരിക്കുന്നു. ഈ റെസിസ്റ്ററിലൂടെ 1 ഓം റെസിസ്റ്ററിലൂടെ കടന്നു പോകുന്ന കറണ്ട് 2 ആംപിയർ തന്നെയായിരിക്കും. ഓക്കെ, ഇതൊരു കോൺസെപ്റ്റ് ആണ്, നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ കൃത്യമായിട്ട് മെൻഷൻ ചെയ്യുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അത് പഠിച്ചു വെക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ എല്ലാവർക്കും ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഈ ഒരു ക്വസ്റ്റ്യനിൽ നമ്മൾ എഫക്റ്റീവ് റെസിസ്റ്റൻസ് കണ്ടുപിടിച്ചു. സീരീസ് രീതിയിൽ ക്രമീകരിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ എഫക്റ്റീവ് റെസിസ്റ്റൻസും അതുപോലെ തന്നെ ഓംസ് ലോയിൻ്റെ ട്രിക്കും ഞാൻ ഈ വീഡിയോയ്ക്കകത്ത് തന്നെ പറഞ്ഞിട്ടുണ്ട്. അടുത്ത വീഡിയോയിൽ നമ്മൾ പാരലൽ മെത്തേഡിൽ കണക്ട് ചെയ്യുമ്പോൾ എങ്ങനെയാണ് എഫക്റ്റീവ് റെസിസ്റ്റൻസ് കാണുക എന്നുള്ള കാര്യമാണ് പറയാനായിട്ട് പോകുന്നത്. ഓക്കെ, സോ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഒന്ന് പരമാവധി ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ തന്നെ ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ ഓംസ് ലോയുടെ ഇക്വേഷൻ വരുന്ന ഒരു ട്രിക്കും നിങ്ങൾ പരമാവധി സ്റ്റുഡൻസിലേക്ക് എത്തിച്ചു കൊടുക്കാനായിട്ട് ശ്രമിക്കുക കേട്ടോ. ഓക്കെ, സോ നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. ബൈ.